സ്വന്തമായ ഒരു വീട് ഇത് മിക്ക കുടുംബങ്ങളുടെയും വലിയൊരു സ്വപ്നമാണ്. ഇന്ന് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബങ്ങളിൽ രണ്ടുപേരുടെയും പേരിലായി ഒരു വീട് വാങ്ങുന്നതും ഹോം ലോൺ എടുക്കുന്നതും സാധാരണമാണ്. ഇങ്ങനെ ജോയിന്റ് ഓണർഷിപ്പിൽ വീട് വാങ്ങിയാൽ കൂടുതൽ ലോൺ ലഭിക്കാം. ചില സാഹചര്യങ്ങളിൽ നികുതി ആനുകൂല്യങ്ങളും ലഭിക്കാം. എന്നാൽ വീട് വാങ്ങുന്നതിന് മുൻപ് ഉടമസ്ഥ അവകാശം, ലോൺ തിരിച്ചടവ്, നികുതി, ഭാവിയിലെ നിയമപ്രശ്നങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടുപേരുടെയും പേരിൽ വീട് വാങ്ങുമ്പോൾ രണ്ടുപേരുടെ വരുമാനവും ഒരുമിച്ച് കണക്കാക്കുന്നതിലൂടെ ബാങ്കിൽ നിന്ന് കൂടുതൽ തുക ലോണായി ലഭിക്കാൻ സഹായകമാകും. എന്നാൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന തുക വായ്പയായി എടുക്കുന്നത് ഭാവിയിൽ EMI വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. അതിനാൽ തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി കൃത്യമായി വിലയിരുത്തണം. കാരണം ഭാവിയിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുകയോ വരുമാനം കുറയുകയോ ചെയ്താൽ EMI അടയ്ക്കുന്നത് ബുദ്ധിമുട്ടിലാകും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ നികുതി ലാഭിക്കാൻ വേണ്ടി മാത്രം പങ്കാളിയെ ഓണർ ആക്കരുത്. പഴയ നികുതി വ്യവസ്ഥയിൽ സെക്ഷൻ 24B, 80C എന്നിവ പ്രകാരം ഭവന വായ്പയുടെ പലിശയ്ക്കും മുതലിനും ഇരുവർക്കും നികുതി ഇളവുകൾ ലഭ്യമായിരുന്നു. എന്നാൽ സ്വന്തമായി താമസിക്കുന്ന വീടുകൾക്ക് പുതിയ നികുതി വ്യവസ്ഥയിൽ ഇത്തരം ഇളവുകൾ ലഭ്യമല്ല. അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ടാക്സ് രീതി ഏതാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. നിങ്ങളുടെ വരുമാനം എത്രയാണ്, ലോൺ തിരിച്ചടവ് എങ്ങനെയാണ്, ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് തീരുമാനമെടുക്കേണ്ടത്. ഇനി പങ്കാളികളിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുകയോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയോ ചെയ്താലും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും വായ്പ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതിനാൽ ഇത്തരമൊരു അടിയന്തര സാഹചര്യം വന്നാൽ എങ്ങനെ നേരിടും എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി സംസാരിച്ച് തീരുമാനമെടുക്കണം. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ലോൺ തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ജോയിന്റ് ഹോം ലോൺ എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു വരുമാനമില്ലാതായാൽ EMI എങ്ങനെ അടയ്ക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിരിക്കണം. കുറഞ്ഞത് ഏതാനും മാസത്തെ EMI കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എമർജൻസി ഫണ്ട് ഉണ്ടാകുന്നതും നല്ലതാണ്. അതേസമയം വസ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ടുപേരുടെയും സാമ്പത്തിക പങ്കാളിത്തം എത്രയാണ് എന്ന് രേഖകളിൽ വ്യക്തമാക്കണം. രണ്ടുപേരും തുല്യമായാണ് പണം അടയ്ക്കുന്നത് എങ്കിൽ 50-50 എന്ന രീതിയിലും, അല്ലാത്ത പക്ഷം മുടക്കുന്ന തുകയ്ക്ക് ആനുപാതികമായും ഉടമസ്ഥാവകാശം വീതിക്കാവുന്നതാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കുമുള്ള ഉടമസ്ഥാവകാശത്തിന്റെ ശതമാനം വ്യക്തമാക്കേണ്ടതുണ്ട്. വേർപിരിയൽ, പങ്കാളിയുടെ അപ്രതീക്ഷിത വിയോഗം അല്ലെങ്കിൽ അവകാശ തർക്കങ്ങൾ എന്നിവ ഭാവിയിൽ വലിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനാൽ വീടിന്റെ ആധാരം, വായ്പാ രേഖകൾ, നാമനിർദ്ദേശം, വിൽപത്രം എന്നിവ എപ്പോഴും കൃത്യമായി പുതുക്കി സൂക്ഷിക്കുന്നത് കുടുംബത്തിന് പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ബാങ്കോ ബിൽഡറോ നിർദ്ദേശിച്ചു വരുന്നത് കൊണ്ട് മാത്രം വീട് രണ്ടുപേരുടെയും കൂടി പേരിൽ വാങ്ങാതെ നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും ആവശ്യങ്ങളും കൃത്യമായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. വീട് വാങ്ങുന്നത് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഭാവിയിൽ സാമ്പത്തിക ബാധ്യതയോ നിയമപ്രശ്നമോ ആകാതിരിക്കാൻ രേഖകളിലും സാമ്പത്തിക ആസൂത്രണത്തിലും ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക.